So once again, very good evening everyone and welcome back to the session. So in our last daily session, we were discussing about the areas in relation to reporting and our critical appraisal last day. And in the session, we are going to start with the area of advertisement. Advertisement related rules were related to the session start. So, well, we studied advertisement related to conditions. Advertisement related to considering the factors. Out of which, we first studied ACCA rule book. ACCA members അവർക്ക് കൊടുക്കാൻ പോകുന്ന സർവീസുകൾ എന്താണോ ആ സർവീസുകൾ അവർക്ക് അഡ്വർടൈസ് ചെയ്യാം. ബട്ട് അവിടെ ജനറൽ പ്രൊവിഷൻ ആയിട്ട് നമ്മൾ റൂൾ പഠിച്ചു. അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ACCA മെമ്പറിനെയോ ACCAനെയോ അക്കൗണ്ടിംഗ് പ്രൊഫഷൻ ആസ് എ ഹോളോ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് അഡ്വർടൈസ്മെന്റ്. അതുപോലെ തന്നെ whenever we advertise about a service, it should be for the purpose of informing others about the services that we offer rather than impressing others. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അഡ്വർടൈസ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ച ക്രൈറ്റീരിയ. ദെൻ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്രാക്ടീസിംഗ് ഫേമിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിനോ ഫേം ഓഫ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിനോ ACCA പ്രാക്ടീസിനോ ഇങ്ങനെയുള്ള ഏത് ടേം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഹൗവർ അവിടെ ഒരിക്കലും ഒരു കമ്പനിയുടെ പേരിന്റെ കൂട്ടത്തിൽ ACCA എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഒരു അക്കൗണ്ടിംഗ് ഫേമിന് വേണമെന്നുണ്ടെങ്കിൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിനോ ഫേം ഓഫ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിനോ ACCA പ്രാക്ടീസിനോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദി പാർട്ട്നേഴ്സ് ACCA മെമ്പേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 51% ഓഫ് വോട്ടിംഗ് റൈറ്റും ഈ പാർട്ട്നേഴ്സിനായിരിക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞു ഒരു ഫേമിൽ എല്ലാവരും ACCA മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെമ്പേഴ്സ് ഓഫ് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് നമ്മുടെ പ്രൊഫഷണൽ സ്റ്റേഷനറീസിൽ വെക്കാം. ഇനി ഇപ്പൊ ഒരു മിക്സഡ് ഫേം ആണ്, മൾട്ടിപ്പിൾ പ്രൊഫഷണൽ ബോഡി എന്നുള്ള ആളുകൾ നമ്മുടെ ഫേമിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സ് ഓഫ് ദിസ് ഫേം ആ മെമ്പേഴ്സ് ഓഫ് ഇത് ഏതൊക്കെയാണോ പ്രൊഫഷണൽ ബോഡീസ് ആ പ്രൊഫഷണൽ ബോഡിയുടെ പേര് വേണം മെൻഷൻ ചെയ്യാൻ. അല്ലാണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നുള്ള ടേംസ് പോലെ യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് വേണമെങ്കിൽ ACCയുടെ ലോഗോ നമുക്ക് യൂസ് ചെയ്യാം. ACCയുടെ ലോഗോ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു പാർട്ണറെങ്കിലും ACCA മെമ്പർ ആയിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ ACCയുടെ ലോഗോ നമ്മുടെ ഫേമിന്റെ ലോഗോയിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കണം. ACCയുടെ ലോഗോയുടെ പൊസിഷനും സൈസും കളറും എല്ലാം ACCയുടെ തന്നെ ലോഗോ ആണെന്ന് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ലോഗോ. അതുപോലെ തന്നെ ACCയുടെ വെബ്സൈറ്റിൽ നിന്നായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക. ഇനി നമ്മൾ പറഞ്ഞു പ്രാക്ടീസിങ് ഫേമിന്റെ പേരിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഫേമിന് പേര് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ പ്രൊഫഷന്റെ ഡിഗ്നിറ്റി എന്താണോ ആ പ്രൊഫഷന്റെ ഡിഗ്നിറ്റി ആയിട്ട് ചേർന്ന രീതിയിലുള്ള പേരായിരിക്കണം ചൂസ് ചെയ്യുന്നത്. ഫേമിന്റെ പേര് ഒരിക്കലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള രീതിയിലാവാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫേമിന്റെ പേരുമായിട്ട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല. ഒരു സിംഗിൾ പാർട്ണർ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സോൾ പ്രാക്ടീഷണർ ആയിട്ടാണ് നമ്മൾ ഫേം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് പാർട്ട്നേഴ്സ് എന്നുള്ള ടേമും യൂസ് ചെയ്യാൻ പാടില്ല. സോ അപ്പോൾ ഇത് ഓരോന്നുമായിരുന്നു നെയിം ഓഫ് പ്രാക്ടീസിങ് ഫേമിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഫീസ് ഡിറ്റർമൈൻ ചെയ്യണം. നമുക്ക് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് എത്രയാണ് മാക്സിമം ഫീസായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ട് തോന്നുന്ന എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ഫീസായിട്ട് ചാർജ് ചെയ്യാം. പക്ഷെ നമ്മൾ ഫീ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എക്സ്പെൻസ് ആണോ ഈ ഒരു പർട്ടിക്കുലർ ഫീസിന് വേണ്ടിയിട്ട് ഇൻകർ ആവുന്നത്, നമുക്കൊരു എൻഗേജ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻകർ ആവുന്നത്, ആ എൻഗേജ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻകർ ആവുന്ന ഫീസ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫീസ് ആയിരിക്കണം നമ്മൾ ചാർജ് ചെയ്തേക്കുന്നത്. അപ്പം എത്രയാണ് നമുക്ക് കോസ്റ്റ് ഇൻകർ ആവുക ഫോർ ദ പർപ്പസ് ഓഫ് പെർഫോമിംഗ് ആൻ എൻഗേജ്മെന്റ്, അത് റിക്കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫീസ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. നമുക്ക് പല രീതിയിൽ ഫീസ് ചാർജ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിവേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ ഒരു സർവീസ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാവുന്ന കോസ്റ്റ് അത് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ് നമുക്കൊരു വർക്ക് പെർഫോം ചെയ്യാൻ എത്രയാണോ അപ്രോപ്രിയേറ്റ് ആവുന്ന കോസ്റ്റ് അത് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം ഫീസ് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നമ്മൾ ക്ലയന്റുമായിട്ട് ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇത്ര കോസ്റ്റിന് വർക്ക് ചെയ്ത് തരാമെന്ന്. അങ്ങനെ നമ്മൾ ക്ലയന്റുമായിട്ട് ഓൾറെഡി ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് വർക്ക് ചെയ്ത് തരാമെന്ന് എഗ്രി ചെയ്തേക്കാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ഫീ ആയിട്ട് ചാർജ് ചെയ്യുക. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഇപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ ഒരു കസ്റ്റം ഏരിയയാണ്, അങ്ങനെ നോർമലി നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രയാണ് ഫീസായിട്ട് യൂഷ്വലി ചാർജ് ചെയ്യാറ് ആ എമൗണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഫീസായിട്ട് ചാർജ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു ഫീസ് ഇപ്പൊ ഇൻ കേസ് അങ്ങനെ നമ്മൾ ചെയ്ത വർക്കിന്റെ ബേസിസിലാണ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ടാവണം എത്ര സീനിയർ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ആ വർക്കിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, ഓരോരുത്തരും എത്ര ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം റിസ്ക് അല്ലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്, ക്ലയന്റ് കമ്പനീനെ സംബന്ധിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് എത്ര അർജന്റ് ആണ് ക്ലയന്റ് കമ്പനിക്ക് ഇതൊരു ഇമ്പോർട്ടന്റ് വർക്ക് തന്നെയാണോ, ഈ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ഓവർ എക്സ്പെൻസസ് ഇൻകർ ആവുന്നുണ്ട്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് ബേസിസിലോ കണ്ടിജന്റ് ബേസിസിലോ വേറെ ഏത് സിമിലർ ബേസിസിൽ വേണേലും
നമുക്ക് ഫീസ് ചാർജ് ചെയ്യുന്ന അലൗഡ് അല്ല. റെഫറൽ ഫീസും ലോ ബോളിംഗും ഒന്നും അലൗഡ് അല്ല. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർലി റേറ്റിൽ മാത്രം ഫീസ് ചാർജ് ചെയ്യാം. പക്ഷെ അവർലി റേറ്റിൽ ഫീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലയന്റിനോട് അത് ഓൾറെഡി പറഞ്ഞ് എഗ്രി ചെയ്തിട്ടുണ്ടാവണം. ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവർലി റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അവർ എത്ര അവേഴ്സ് ആണ് ഒരു എൻഗേജ്മെന്റ് അത് ഇൻവോൾവ് ആകുന്നത് അത് വെച്ചിട്ടായിരിക്കും അവർലി റേറ്റിലുള്ള ഫീസ് കമ്പ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു ഫേമിന് വേണമെന്നുണ്ടെങ്കിൽ ഫീസ് കോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്രയാണോ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ഫീസ് അത് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. പക്ഷേ അത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരമായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എത്രയാണോ അത് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ്, ഒരിക്കലും ക്വാളിറ്റി ഓഫ് ദി എൻഗേജ്മെന്റ് റെഡ്യൂസ്ഡ് ആവാൻ പാടില്ല. ക്വാളിറ്റി ഓഫ് ദി എൻഗേജ്മെന്റ് റെഡ്യൂസ്ഡ് ആവാതെ നമുക്ക് എങ്ങനെയാണ് വർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ വർക്ക് പെർഫോം ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. So this is what we learned with regarding the area of fees. ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? അഡ്വർടൈസ്മെന്റ് ഓഡിറ്റ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഓക്കെ. ആൻഡ് നോർമലി നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടാവും. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആകെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ നേരെ റിവിഷൻ കിട്ടിയിട്ടുള്ളത്. ദ ക്വസ്റ്റ്യൻ കോൾഡ് സാൻസിയോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞു തരികയാണ്. സാൻസിയോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓഡിറ്റ് ഫേം ആണ്. അവർക്ക് 12 ഓഫീസും 30 പാർട്ട്നേഴ്സും ആണുള്ളത്. ആൻഡ് 30 പാർട്ട്നേഴ്സിനകത്ത് 10 പാർട്ട്നേഴ്സ് ആണ് ACCA മെമ്പേഴ്സ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രാഫ്റ്റ് അഡ്വർടൈസ്മെന്റ് തന്നു. എന്നിട്ട് ഈ അഡ്വർടൈസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആണുള്ളത്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ സ്യൂട്ടബിലിറ്റിയും ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്, കമന്റ് അപ്പോൺ ദി സ്യൂട്ടബിലിറ്റി ഓഫ് ദി അഡ്വർടൈസ്മെന്റ് ഡിസ്കസിങ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് റേസ്ഡ്. അപ്പൊ ഇവിടെ ഈ അഡ്വർടൈസ്മെന്റ് സ്യൂട്ടബിൾ ആണോ ക്ലയന്റ് കമ്പനിക്ക് എന്നുള്ള കാര്യം നമ്മൾ പറയണം. ഇവിടെ എന്തൊക്കെയാണ് എത്തിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇഷ്യൂസ് ഇൻവോൾവ് ആവുന്നത്, എത്തിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ടാവണം. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു മെൻഷൻ വിത്ത് റിഗാർഡിംഗ് ദി ഏരിയ ഓഫ് അഡ്വർടൈസ്മെന്റ്. അപ്പൊ ഒരു കാര്യം ചെയ്തേ, വേഗം just go through this much part of the advertisement and just try to consider whether there is any issues in relation to advertisement here. നിങ്ങൾ ഇവിടെ നോക്കണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ റൂൾസ് വെച്ചിട്ട് നോക്കണം. അഡ്വർടൈസ്മെന്റ് റൂൾസ് ഓരോന്നും അവർ പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവിടെ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടോ. അതായത് വിത്തൗട്ട് ഹാവിംഗ് റീസണബിൾ ഗ്രൗണ്ട്സ് അവർ എന്തെങ്കിലും ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. വിത്തൗട്ട് ഫോളോയിങ് ലെജിസ്ലേഷൻ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ക്രിട്ടിസൈസ് ദാറ്റ് ആൻഡ് യു ക്യാൻ മെൻഷൻ ഇറ്റ് അഗൈൻസ്റ്റ് ദ ACCA റൂൾ ബുക്ക്. അത് വേഗം വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചോ എല്ലാവരും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോടൊപ്പം പറഞ്ഞേക്കുന്നത്. They have told us, have you had enough of your accountant charging you too much for the poor quality services? Does your business need a kickstart? Look no further. R&Co provides most comprehensive range of finance and accounting service in the country, as well as having leading tax team in the country who are just waiting to save you money. അപ്പൊ നിങ്ങളോട് അവർ ഫസ്റ്റ് പറയുന്നത് എന്താ, have you had enough of your accountant charging you too much for the poor quality services? അപ്പൊ അവർ ക്ലെയിം ചെയ്യുന്ന എന്താണ്, നിങ്ങളുടെ അടുത്തുനിന്ന് ബാക്കിയുള്ള അക്കൗണ്ടൻസ് ടൂ മച്ച് ചാർജ് ചെയ്യുന്നുണ്ടോ, പുവർ ക്വാളിറ്റി സർവീസ് തന്നിട്ട്. സോ ലിറ്ററലി വി ആർ ഡിസ്ക്രെഡിറ്റിംഗ്, ഐ മീൻ ദ advert is discrediting other professionals, right? Because they are trying to state that others are charging you too much, as well as they are mentioning that others are providing only poor quality services. So they are trying to discredit the other professionals. So you can mention it as against the ACCA's rule book, as ACCA clearly mentioned that an advertisement should not be in such a manner that it might adversely affect any others, and it should not be for the purpose of
impressing others rather than informing others about the services that you offer. Then നോക്കുക മിസ്ലീഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അവർ പറയുന്നുണ്ട് that your firm offers most comprehensive range of finance and accounting services in the country. Just think whether it is logically correct, because they have already mentioned that they have only got 12 offices and 30 partners, and by which they are mentioning that they have got the biggest finance and accounting services in the country, which is not gonna be a factual thing as per the figures that they have mentioned. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം, if it is not an accurate information or if it's a misleading fact, then it should be removed from the advertisement. Then again, they have mentioned a similar thing, that they mentioned themselves to be the leading tax team in the country. So again, if there is any specific measure to represent them as the best leading tax team, or if they might have received any certificates or any other specific recognition on that, then they can include it in advertisement, or else it have to be removed. And finally, again, they have mentioned that the tax team is waiting to save the customer's money. So the tax team cannot save the customer's money directly without following legislation, because in case if they violate that, it will be treated as a tax evasion. അപ്പോൾ അങ്ങനെ ടാക്സ് ലെജിസ്ലേഷൻ പ്രകാരം തന്നെയാണ് വർക്ക് പെർഫോം ചെയ്യുന്നതെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളതും പറയാം. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് യു മൈറ്റ് ബി മെൻഷനിങ് അബൌട്ട് ഹൗ യുവർ ഫേം വിൽ ബി പെർഫോമിംഗ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. അപ്പം ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഈ ഓഡിറ്റ് എൻഗേജ്മെന്റ് റിലേറ്റ് ചെയ്ത് അവർ തെറ്റായിട്ട് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുമായിട്ട് റിലേറ്റ് ചെയ്ത് തെറ്റായിട്ട് പറഞ്ഞേക്കുന്നത്, you can pick it and just criticize that. That is what you need to do. And again, the simple one over here, they have mentioned the name as R&Co Chartered Certified Accountants. Well, we know that only if the half of the partners are ACC members, and if they are having more than half of the voting right, they will be able to include Chartered Certified Accountants name along with the name of the firm. But as they have mentioned here, they have only got 30 partners, out of which only 10 of them are ACC members. So the majority or the half of the members are not ACCs, so they cannot do that. So it is also inappropriate in this situation. Is that clear, everyone? Is that clear? Yes, sir. Exactly. So this is how you will be getting questions from the area of advertisement. Then, in addition to the area of advertisement, one of the most important and the crucial area. One of the most important and the crucial area is with regarding the area of tendering. So well, we know that tendering is one of the most important area, because the examiner might be asking you to mention about what content you need to include within a tender document. So they will not ask you to prepare a tender document. So instead, they will ask you to consider the matters that have to be included in a audit proposal or tender document. അപ്പോൾ ടെൻഡർ ഡോക്യുമെന്റ് അകത്ത് എന്തൊക്കെയാണ് നിങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നായിരിക്കും എക്സാമിനോട് ചോദിക്കുന്നുണ്ടാവുക. അല്ലാണ്ട് എന്താണ് ടെൻഡർ ഡോക്യുമെന്റ് അല്ലെ എങ്ങനെ ടെൻഡർ ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കില്ല ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ. So basically, when you get a question from the area of tendering, the examiner will be asking you a similar question like this, explain the specific matters to be included in audit proposal other than those relating to the audit fee. അപ്പൊ എന്തൊക്കെയാണ് ഒരു ടെൻഡർ ഡോക്യുമെന്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട സ്പെസിഫിക് മാറ്റേഴ്സ് എന്ന് ചോദിക്കും. നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഓഡിറ്റ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഓഡിറ്റ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നും പറയണ്ട. അപ്പോ ഇങ്ങനെ ഒരു സിനാരിയോ തന്നിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുക, ഈ സിനാരിയോനെ ബേസ് ചെയ്ത് എന്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളൊരു ടെൻഡർ ഡോക്യുമെന്റ് അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഒരു ടെൻഡർ ഡോക്യുമെന്റ് എന്നുള്ള കാര്യം പ്രോപ്പർലി ചിന്തിച്ചു നോക്കുക. സോ ബേസിക്കലി ഓഡിറ്റ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ടെൻഡർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനീനെ തന്നെ ഓഡിറ്റ് ഫേമിനെ വിൽക്കാൻ നോക്കുകയാണ് ഒരു ക്ലയന്റിന്റെ അടുത്ത്. സോ ലിറ്ററലി നിങ്ങൾ ഒരു ഓഡിറ്റ് പ്രൊപ്പോസൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമായിരിക്കും ക്ലയന്റ് ആ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുക. ക്ലയന്റ് ആ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഓഡിറ്റ് വർക്ക് ക്ലയന്റിന് കിട്ടുക. അപ്പോൾ ക്ലയന്റിന്റെ ഓഡിറ്റ് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, സോ നോർമലി ലിറ്ററലി ആ കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു ടെൻഡർ ഡോക്യുമെന്റ് അകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ലിറ്ററലി യു നീഡ് ടു ടോക്ക് അബൌട്ട് എൻഡ് ടു എൻഡ് അബൌട്ട് എ ക്ലയന്റ് കമ്പനി ഇൻ ദ ടെൻഡർ ഡോക്യുമെന്റ്. അപ്പോൾ ഒരു ടെൻഡർ ഡോക്യുമെന്റ് അകത്ത് യൂഷ്വലി എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഒരു ടെൻഡർ ഡോക്യുമെന്റ് അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമായിരിക്കും, ഇറ്റ് വിൽ ബി അബൌട്ട് ദ ഔട്ട്ലൈൻ ഓഫ് ദി ഓഡിറ്റ് ഫേം. ഒരു ഓഡിറ്റ് ഫേമിനെ കുറിച്ചുള്ള ഔട്ട്ലൈൻ ആയിരിക്കും ടെൻഡർ ഡോക്യുമെന്റ് അകത്ത് നമുക്ക് ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓർ ബെറ്റർ വി വിൽ ഡു വൺ തിങ്. Now everyone please do one thing, that the question over here with regarding the area of tender document.
എല്ലാവരും ഈ വെസ്റ്റേൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. വെസ്റ്റേൺ എല്ലാവരും ഒന്ന് വേഗം വായിച്ചേ. വെസ്റ്റേൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ സിനാരിയോ. സോ വായിച്ച എല്ലാവരും വെസ്റ്റേൺ കമ്പനി വായിച്ച മക്കളെ? Okay, fine. So let's continue with the discussion, then we will come back to the question. അപ്പോൾ ഒരു ഓഡിറ്റ് പ്രൊപ്പോസലിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യമേ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇറ്റ് വിൽ ബി അബൌട്ട് ദ ഔട്ട്ലൈൻ ഓഫ് ദി ഓഡിറ്റ് ഫേം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടെൻഡർ ഡോക്യുമെന്റിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൂടെ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തും പ്രോപ്പർലി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ക്ലിയർലി മെൻഷൻ ചെയ്യാം. സോ വെൻ ഇറ്റ് കംസ് ടു ദിസ് ക്വസ്റ്റ്യൻ, നമുക്കറിയാം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മളോട് ഇവിടെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? They have clearly mentioned that വെസ്റ്റേൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഫേം ഒരു ഇന്റർനാഷണൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആണ്. അവർക്ക് മെനി കൺട്രീസിൽ ബ്രാഞ്ചസ് ഉണ്ട്. അവര് വൈഡ് റേഞ്ച് ഓഫ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ പറയണം ഔട്ട്ലൈൻ ഓഫ് വെസ്റ്റേൺ കമ്പനി. This paragraph should clearly specify about the history of the firm. In addition to which, they should also mention that, auditors should also mention that Western Company is a international firm of chartered certified accountants with branches in many countries and which offers a range of audit and assurance services to the audit clients. And adenthinu vendita mention cheyendadu, as the client company is planning to expand their branches overseas to help recruit person from foreign countries. In case if the client company is having offices in the same location where Western Company operates, then the audit firm will be able to provide services to the client at that locations as well. So adu kaaranam kode include cheyanam ennu paraya. Next, identifying the requirements of the client. Client company യുടെ requirements എന്തൊക്കെയാണോ ആ client company യുടെ requirements ഓരോന്നും ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം എന്ന് പറയാം. അതായത് മെയിൻലി ഇതൊരു ക്ലയന്റ് കമ്പനി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും ക്ലയന്റ് കമ്പനിക്ക് മൾട്ടിപ്പിൾ കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർ പറയുന്നുണ്ടാവും മൾട്ടിപ്പിൾ സബ്സിഡറീസ് ഉണ്ട്, സം ഓഫ് ദം ആർ ഫോറിൻ സബ്സിഡറീസ് എന്ന് പറയും. ഫോറിൻ സബ്സിഡറീസ് അവരുടെ ലോക്കൽ കൺട്രിയുടെ ലോ ആൻഡ് റെഗുലേഷൻസ് ആണ് കംപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ വെൽ വി നോ ദാറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിറ്റിംഗ് റിക്വയർമെന്റ്സിന്റെ അകത്ത് മാറ്റങ്ങൾ വരാം. അതേക്കുറിച്ചിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് ടൈം അവരാണ് ഓഡിറ്റ് പെർഫോം ചെയ്യുന്നത് പറയുന്നുണ്ട് ക്ലയന്റ്. അങ്ങനെയാണെങ്കിൽ they might not be familiar with the regulatory framework as well as duties and responsibilities of the auditors and management. അതേക്കുറിച്ചിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം എന്ന് പറയാം. Then proposed audit approach. നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം how you will be performing the audit of the client company. എങ്ങനെയായിരിക്കും സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് നിങ്ങൾ കംപ്ലൈ ചെയ്യുന്നുണ്ടാവുക. എസ്പെഷ്യലി ഒരു ന്യൂ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസും അതേപോലെ തന്നെ കമ്പാരിറ്റീവ് ഫിഗേഴ്സും ഒക്കെ ടെസ്റ്റ് ചെയ്യാം. സിനാരിയോ ഒക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും കുറെ സബ്സിഡറീസ് ഉണ്ട്, ഫോറിൻ സബ്സിഡറീസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ സബ്സിഡറീസിന്റെ എല്ലാത്തിനും ഓഡിറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് വേഗ് ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കണം. പ്ലസ് നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് ചിലപ്പോൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവും
ഓഡിറ്റ് ഡിസ്ട്രിപ്റ്റീവ് ആവരുത് എന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം how the audit firm will be or how Western and company will be able to offer audit services to the client company, that's to the Johnson company, without being too descriptive or without their operations being affected. എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം എന്ന് പറയാം. കമ്മ്യൂണിക്കേഷന്റെ കേസും അതുപോലെ തന്നെ, എസ്പെഷ്യലി ഒരുപാട് ഫോറിൻ സബ്സിഡറീസ് ഒക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ഫോറിൻ സബ്സിഡറീസിന്റെ ഒക്കെ റിപ്പോർട്ടിംഗ് നമ്മൾ എങ്ങനെയായിരിക്കും നടത്തുക, എന്തൊക്കെ രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുക, എങ്ങനെയായിരിക്കും നമ്മൾ മാനേജ്മെന്റും ദോസ്റ്റാജ് ഗവൺസിനോട് ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ സ്പെസിഫൈ ചെയ്യണം എന്ന് പറയാം. Then when it comes to the deadline, ഇവിടെ നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യേണ്ടത് ഏത് ഡെഡ് ലൈൻ ആണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും. നിങ്ങളോട് ചിലപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 4 monthsലാണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. നമുക്കറിയാം 4 months എന്ന് പറയുന്ന ഒരു റീസണബിൾ ടൈം പീരീഡ് ആണ്. അപ്പൊ റീസണബിൾ ടൈം പീരീഡ് ആണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ ടൈം സ്കെയിൽ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ക്ലയന്റ് ചോദിച്ചേക്കുന്ന ഒരു റീസണബിൾ ടൈം പീരീഡ് ആണ്, അതുകൊണ്ട് ആ പീരീഡ് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് മെൻഷൻ ചെയ്യണം എന്ന് പറയാം. ഇനി ക്ലയന്റ് നമ്മളോട് പറയുന്നത് 1 month ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. നമുക്കറിയാം അതൊരു റീസണബിൾ ടൈം പീരീഡ് അല്ല. ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണം? റീസണബിൾ ടൈം പീരീഡ് അല്ല ക്ലയന്റ് തന്നേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പീരീഡ് വേണം എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവിടെ മെൻഷൻ ചെയ്യണം എന്ന് പറയാം. ഇനി എസ്പെഷ്യലി കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ്, ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് സിനാരിയോക്കകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും കമ്പനി സ്പെസിഫിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന സെക്ടറിനെ കുറിച്ച്, അല്ലെങ്കിൽ 20 സബ്സിഡറീസ് ഉണ്ട്, അതിനകത്ത് സം ഓഫ് ദി സബ്സിഡറീസ് ഒരു ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. കമ്പനി മൾട്ടിപ്പിൾ സ്റ്റോക്ക് മാർക്കറ്റ് രജിസ്റ്റർ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലാണോ കമ്പനി ഡൈവേഴ്സിഫൈ ആയേക്കുന്നത് ആ ഫീൽഡിൽ നോളജ് ഉള്ള ആളുകൾ നമ്മുടെ ഓഡിറ്റ് ടീമിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സിൽ മെൻഷൻ ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് നടത്തിയേക്കുന്ന മൾട്ടിപ്പിൾ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ആ കൺട്രീസിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സിനെ കുറിച്ച് നോളജ് ഉള്ളവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ പറയാം. കുറേ വലിയ ക്ലയന്റ് ആണ്, സോ ഓട്ടോമാറ്റിക്കലി ടൈം പീരീഡ് റിക്വയർഡ് ഈസ് ടു മച്ച്. സോ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യാൻ പറയാം. ഇനി ഫീസിനെ കുറിച്ച് എന്തെങ്കിലും സിനാരിയോക്ക് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ്ലി നിങ്ങൾ പറയാം. ഇപ്പം ഈ കണ്ടക്ട് സിറ്റുവേഷൻ്റെ അതേപോലെ ഫീസിനെ കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പറയണ്ട. അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഫീസിന്റെ റീപേയ്മെന്റ് വരിക, ഫീസിന്റെ പേയ്മെന്റ് വരിക, ഇൻവോയ്സിങ് എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് ക്ലിയർലി മെൻഷൻ ചെയ്യാൻ പറയാം. നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റനിൽ പറയും പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസിലാണ് ക്ലയന്റ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസിൽ ഫീസ് ചാർജ് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റഡ് ഫീസ് ചാർജ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവർലി റേറ്റിലായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. ഇനി ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾസ് നിങ്ങൾ എങ്ങനെയായിരിക്കും കംപ്ലൈ ചെയ്യുന്നുണ്ടാവുക, അതുപോലെ തന്നെ അൺബയാസ്ഡ് ആൻഡ് ക്രെഡിബിൾ ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് നിങ്ങൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യും, ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ എംഫസൈസ് ചെയ്യുന്നുണ്ടാവുക, ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ഫൈനലി അഡീഷണൽ നോൺ ഓഡിറ്റ് അല്ലെങ്കിൽ അഷുറൻസ് സർവീസിനെ കുറിച്ച് പറയണം. വിച്ച് മീൻസ് നിങ്ങളോട് ചിലപ്പോൾ സിനാരിയോക്കകത്ത് പറയും ക്ലയന്റ് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്, നിങ്ങളോട് അതുകൊണ്ടൊരു നോൺ ഓഡിറ്റ് സർവീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയണം ക്ലയന്റ് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ നോൺ ഓഡിറ്റ് സർവീസ് ഓഡിറ്റ് ഫേമിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺസിഡർ ചെയ്യണം എന്തൊക്കെ നോൺ ഓഡിറ്റ് സർവീസ് ആണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന്, വിത്തൗട്ട് ക്രിയേറ്റിംഗ് എത്തിക്കൽ ത്രെഡ് ടു ഒബ്ജക്ടിവിറ്റി, അതേക്കുറിച്ച് പറയാം. സോ അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, വിൽ ബി ക്രിയേറ്റിംഗ് ദ ഓഡിറ്റ് പ്രൊപ്പോസൽ. സോ ഓഡിറ്റ് പ്രൊപ്പോസൽ ഉണ്ടാക്കാനല്ല പറയുക നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രൊപ്പോസലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് പറയാം, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതും പറയാം. ക്ലിയർ ആയോ? പഠിച്ചല്ലായിരുന്നു നമ്മള്? ഓക്കെ. ഇനി മൂവിങ് ഫോർവേഡ്, നമ്മളോട് ഇവിടെ രണ്ടാമത് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് നോക്കി. അസ്യൂമിംഗ് ദാറ്റ് വെസ്റ്റേൺ കമ്പനി is appointed to provide audit services to Jones company, discuss the issues to be considered by the audit firm in determining a fee for the audit, including ethical matters raised. നമ്മളോട് ചോദിക്കുകയാണ് ഓഡിറ്റ് സർവീസ് ജോൺസ് കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൺഫേം ആയി ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ എത്തിക്കൽ മാറ്റേഴ്സ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ. സോ ലിറ്ററലി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നമ്പർ 1, they have asked you to discuss the issue to be considered by audit firm in determining the fee. ഓഡിറ്റ് ഫീസ് ഓഡിറ്റിന് വേണ്ടി ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം. 2, എന്തൊക്കെ എത്തിക്കൽ മാറ്റേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ റിക്വയർമെന്റ് നമ്പർ 1 and 2, there are 2 requirements like this. അപ്പൊ ഈ 2 റിക്വയർമെന്റ്സിന് നിങ്ങൾ ആൻസർ കൊടുക്കണം. മനസ്സിലായോ? Is it clear everyone? Yes sir. Yes sir. Okay, cool. Okay, so this is what you need to consider. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പറ, what are the matters you need to consider in determining the audit fee? എന്തൊക്കെ മാറ്റേഴ്സ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ എന്ത് പറയാ, in determining audit fee the first thing that you need to consider will be the cost of providing the service. അല്ലേ? അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്.
നമ്മൾ ഒരു ഓഡിറ്റ് ഫീസ് എത്ര വേണം എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടതായിരിക്കും കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് എത്രയാണെന്നുള്ളതായിരിക്കും ആദ്യം തീരുമാനിക്കേണ്ടതായിട്ട് വരിക. ഫർദർ ദെയർ ആഫ്റ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം അവിടെ? സീനിയോറിറ്റി ഓഫ് ദി പേഴ്സൺസ് ഇൻവോൾവ്, പിന്നെ time spent by each person, degree of risk and responsibility, importance of work to the client, urgency of work to the client company, overhead expenses including travel expenses, accommodation and other expenses, usage of experts. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഓഡിറ്റ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയാം. The one we have just revised before. ശരിയല്ലേ? ഓക്കെ. ഇനി ഇങ്ങനെ ഒരു സിനാരിയോ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് എത്തിക്കൽ മാറ്റേഴ്സ് റേസ് ആവുന്നത്. ഇവിടെ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ഉള്ളത് ഈ ക്വസ്റ്റനിൽ? What all will be the ethical issue that will be arising in this case? എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ അവർ നമ്മളോട് പറഞ്ഞു നമ്മുടെ ഫീസ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും, ബാക്കിയുള്ളവരെക്കാളും ക്വയറ്റ് ലോ ആയിരിക്കും എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. രണ്ടവർ പറഞ്ഞു അവർക്ക് ഫീസ് കമ്പനിയുടെ ഓവർസീസ് എക്സ്പാൻഷന്റെ ആ സ്ട്രാറ്റജിക് അഡ്വൈസ് കൊടുക്കുന്നതിന്റെ ബേസിസിലാണ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞു. സോ വിച്ച് മീൻസ് നമ്മൾ ഓഡിറ്റ് ഫീസ് ക്വയറ്റ് ലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് മൈ റിസൾട്ട് ഇൻ ലോ ബോർഡിംഗ്. So which means it might create a self-interest threat to objectivity, because there can be chances that the auditor might reduce the quality of the audit in accordance with the reduction in the audit fee. Alternatively, നമുക്ക് എന്ത് പറയാം? അവര് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇറ്റ്സ് എ സോർട്ട് ഓഫ് contingent basis fee. ശരിയല്ലേ? When we determine the audit fees to be in contingent basis, there can be chances that അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്തായിരിക്കും? When the audit fees in contingent basis, ഓഡിറ്റ് ഫീസ് കണ്ടിജന്റ് ബേസിസിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തായിരിക്കും മക്കളെ? Again it will create self-interest threat to objectivity, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? Auditor should discuss with the management and those charged with governance against ethical issues and should inform them that the audit fees will not be a low amount. It will be reasonably enough to cover the audit cost. In addition to which, the audit fees cannot be fixed in a contingent basis. Instead, the fees will be fixed amount, or the fees will be determined on the basis of hours spent by each persons in the auditing. And if the client company is unwilling to create such a audit fee, then the auditor should consider declining the audit engagement. Clear? Is it clear, everyone? Sir. Okay, fine. So this is what which we need to consider with regarding the area of tendering, then advertisement, tendering and audit fees. Then again, we might be getting questions from the area of quality control. So well, we know that quality control is one of the most important area in our syllabus and one of the most easiest area as well. So when it comes to the area of quality control, okay, when it comes to the area of quality control, what we need to consider in this is about the quality control. Examiner will be asking us to evaluate the quality of the audit engagement, right? അപ്പോൾ എക്സാമിന് നമ്മളോട് ഒരു പർട്ടിക്കുലർ ഓഡിറ്റർ പെർഫോം ചെയ്തേക്കുന്ന ഓഡിറ്റ് വർക്കിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു, നമ്മൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു, ദാറ്റ് വി നീഡ് ടു ഫോക്കസ് ഓൺ ദി ബെഞ്ച് മാർക്സ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു വർക്കിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. Well, we know that an audit engagement should always be performed in accordance with the standards on audit. നമ്മൾ പഠിച്ചതായിരുന്നു as per ISA 501, audit evidence specific consideration for the selected item. We should mandatorily obtain audit evidence in relation to 3 matters. എന്തൊക്കെയായിരുന്നു? In relation to inventory, litigation and claims involving the entity, presentation and disclosure of the segmental information. ശരിയല്ലേ? Existence and condition of the inventory, then litigation and claims against the entity, and finally about the segmental information, presentation and disclosure of the segmental information. നിങ്ങളോട് സിനാരിയോയിൽ പറയാണ് ഓഡിറ്റർ ഇൻവെന്ററിയുടെ ബാലൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇൻവെന്ററിയുടെ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്ത് കൺക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ആൻ ഓഡിറ്റർ ടു പെർഫോം ഓഡിറ്റ് എൻഗേജ്മെന്റ് in accordance with the standards and as per ISA 501, audit evidence specific consideration for the selected item. Auditors should have mandatorily obtained sufficient appropriate audit evidence in relation to the existence and the condition of the inventory, but the auditor have not done that. The quality of the engagement is not appropriate. You can mention that. Now, പഠിച്ചിട്ടുണ്ട് ISA 320 whenever we perform the audit,
At the initial stage, we will set a materiality limit, and throughout the audit, we should keep on reviewing the materiality limit, and whenever necessary, we must revise that. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ് ഇനീഷ്യലി ഒരു മെറ്റീരിയാലിറ്റി സെറ്റ് ചെയ്ത് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് സെയിം ആണെന്ന്. യു ക്യാൻ മെൻഷൻ ഇറ്റ് ആസ് എ പ്രോബ്ലം. ദെൻ അഗെയിൻ നിങ്ങൾ നോക്കണം വർക്ക് ചെയ്യാൻ കൊടുത്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിന് തന്നെയാണോ. സി നോർമലി ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും ജൂനിയർ സ്റ്റാഫിന് ഒരിക്കലും നമ്മൾ ജഡ്ജ്മെന്റൽ ഏരിയയിലുള്ള വർക്കുകൾ കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ സിനാരിയോയിൽ നിങ്ങളോട് പറയാണ് ജൂനിയർ സ്റ്റാഫ് ആണ് ചെറിയ ചെറിയ വർക്കുകൾ പെർഫോം ചെയ്തത്. സോ ഓട്ടോമാറ്റിക്കലി ദേ വോണ്ട് ബി ഏബിൾ ടു പിക്ക് ദ മിസ്റ്റേക്സ് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ നിങ്ങൾക്ക് പറയാം ക്വാളിറ്റി ഡാമേജ്ഡ് ആണെന്ന്. നിങ്ങൾ നോക്കണം ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണോ. ബിക്കോസ് ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി വോണ്ട് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. എത്തിക്കൽ ത്രെറ്റ് ഉണ്ടാവും. എത്തിക്കൽ ത്രെറ്റ് അല്ല, അവിടെ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. ഇനി ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണെന്ന് നോക്കണം. ടൈപ്പ് ഓഫ് എവിഡൻസ് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് properly about the type of evidence which we obtain in with regarding the financial statements. So type of evidence പറയുമ്പോൾ നിങ്ങൾ തന്നെ പറ, ഒരു റിട്ടൺ ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കോ അതോ ഓറൽ ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കോ കൂടുതൽ റിലയബിൾ? റിട്ടൺ. നമുക്കറിയാം ഓഡിറ്റർ തന്നെ ഡയറക്ട്ലി ഒബ്റ്റെയിൻ ചെയ്ത എവിഡൻസ് ആയിരിക്കോ അതോ ക്ലയന്റ് പ്രൊവൈഡ് ചെയ്ത എവിഡൻസ് ആയിരിക്കോ റിലയബിൾ? ഓഡിറ്റർ. അതേപോലെ തന്നെ നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടിയ എവിഡൻസ് ആയിരിക്കോ അതോ ഇന്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടിയ എവിഡൻസ് ആയിരിക്കോ റിലയബിൾ? External source. Then same as that we need to consider whether original documents ആണോ photocopy ആയിരിക്കോ റിലയബിൾ? ഒറിജിനൽ ഡോക്യുമെന്റ്. അതേപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന് എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് റിലയബിലിറ്റി ഓഫ് ദി ഓഡിറ്റ് എവിഡൻസ് കൂടുവോ കുറയുവോ? കൂടും. So these are the factors on the basis of which we need to consider the type of evidence. Clear ആയോ? Okay. അപ്പം നിങ്ങൾ നോക്കുക ഇതിൽ ഏത് ടൈപ്പ് ഓഫ് എവിഡൻസ് ആണ് അവർ ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത്, അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക. ചില സിറ്റുവേഷൻ നിങ്ങളോട് പറയും ക്ലയന്റ് കമ്പനി തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ ഓഡിറ്റർ നോക്കി, പക്ഷെ എക്സ്റ്റേണൽ കൺഫർമേഷൻ കിട്ടിയില്ല. അപ്പൊ ക്ലയന്റിനോട് ഓറലി ചോദിച്ച് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തു എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? എവിഡൻസ് ഒബ്റ്റെയിൻ ഫ്രം എ തേർഡ് പാർട്ടി വിൽ ബി മോർ റിലയബിൾ ദാൻ എവിഡൻസ് വിച്ച് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദി ക്ലയന്റ് കമ്പനി. ആൻഡ് ഇൻ അഡീഷൻ ടു വിച്ച് എവിഡൻസ് റിട്ടൺ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തായിരിക്കും ഓറലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലതെന്ന് പറയാം. സോ ഇൻ ദിസ് കേസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തില്ല. ആസ് പെർ ISA 500 സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. ഇവിടെ ഇൻഅപ്രോപ്രിയേറ്റ് എവിഡൻസ് ആണ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത് നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. സെയിം as that നിങ്ങൾ നോക്കുന്നുണ്ടാവണം ഓഡിറ്റ് പ്രോപ്പർലി ആണോ പ്ലാൻ ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നത്. ഓഡിറ്റ് പ്ലാനിന്റെ അകത്തുനിന്ന് അൺനെസസറി ആയിട്ട് അല്ലെ വിത്തൗട്ട് എനി റീസണബിൾ ഗ്രൗണ്ട്സ് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഫൈനലി യു മസ്റ്റ് ഓൾസോ കൺസിഡർ വെദർ ദ ഓഡിറ്റ് ഈസ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ്. സൂപ്പർവിഷനും റിവ്യൂ നമുക്കറിയാം ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ബിക്കോസ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ഒരു വർക്ക് ഓൺ ഗോയിങ് നേച്ചറിൽ തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ് സൂപ്പർവിഷൻ. റിവ്യൂ എന്ന് പറയുമ്പോൾ ഓൺ ദ അതർ ഹാൻഡ് വൺസ് എ വർക്ക് ഈസ് ഡൺ അത് പ്രോപ്പർ ആണോ നോക്കുന്നതാണ് റിവ്യൂ. സോ സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ പ്രോപ്പർലി ആണോ നടക്കുന്നത് നോക്കണം. ഇഫ് ദി വർക്ക് ഈസ് നോട്ട് സൂപ്പർവൈസ്ഡ് അപ്രോപ്രിയറ്റ്ലി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എറേഴ്സ് ഐഡന്റിഫൈഡ് ആവില്ല. ഇഫ് ദി വർക്ക് ഈസ് നോട്ട് റിവ്യൂഡ് ഓൺ റെഗുലർ ബേസിസ് വർക്ക് പ്രോപ്പർലി ഐഡന്റിഫൈഡ് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണെന്ന് നോക്കണം. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക ക്വാളിറ്റി കൺട്രോൾ പ്രോപ്പർ ആണോ എന്ന് അറിയാൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു മക്കളെ? ISAs ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക, അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫ് ആണ് വർക്ക് പെർഫോം ചെയ്തേക്കെന്ന് നോക്കുക, ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണോ നോക്കണം, ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ നോക്കണം, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് വർക്ക് പെർഫോം ചെയ്തേക്കെന്ന് നോക്കുക, ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു റിട്രീവർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുക: ഇവാലുവേറ്റ് ദ ക്വാളിറ്റി മാനേജ്മെന്റ്, എത്തിക്കൽ ആൻഡ് അതർ പ്രൊഫഷണൽ മാറ്റേഴ്സ് അറൈസിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് പ്ലാനിംഗ് ആൻഡ് പെർഫോമിംഗ് ഓഫ് ഓഡിറ്റ് ഓഫ് റിട്രീവർ ഗ്രൂപ്പ്. നമ്മളോട് പറയും ഇവാലുവേറ്റ് ദ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇവിടെ എന്തൊക്കെ ക്വാളിറ്റി മാനേജ്മെന്റ് ഇഷ്യൂസ് ആണുള്ളത്, എത്തിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇഷ്യൂസ് ആണുള്ളത്, ഓഡിറ്റ് എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി മാനേജ്മെന്റ്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് കൺസിഡർ ചെയ്യാനായിട്ട് കാര്യങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. കൺസിഡർ ദാറ്റ് ഇറ്റ്സ് എ ലിസ്റ്റഡ് എൻറ്റിറ്റി, ന്യൂലി ലിസ്റ്റഡ് എൻറ്റിറ്റി ആണ് ഇത്.
ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നമ്മളിപ്പോ പഠിച്ച പ്രകാരം എന്തെങ്കിലും എത്തിക്കൽ ഇഷ്യൂ ആണോ നോക്കി. എത്തിക്കൽ ഇഷ്യൂം ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് കഴിഞ്ഞ എല്ലാരും വായിച്ച മക്കളെ. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? The audit has been quite time pressure. The audit manager told the juniors not to perform some of the planned audit procedures on items such as directors' emoluments and share capital, as they considered to be low risk. He also instructed us not to use the firm's statistical sampling method in selecting trade receivables balances for testing, as it would be quicker to pick samples based on our own judgments. എന്ന് പറഞ്ഞു. അപ്പൊ പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്? ഓർഡർ ഇഷ്യൂസ് ചെയ്യാം. Time pressure. Audit quite time pressured ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. So what happens when the audit is quite time pressured? Detection risk. There can be chances that detection risk will arise because the auditor will not be able to obtain sufficient appropriate audit evidence. Further പറയാ നിങ്ങളത്. പിന്നെ വേറെ എന്ത് ഇഷ്യൂ? Quality effective. അല്ല വേറെ എന്ത് ഇഷ്യൂ? Intimidation. Okay, as an ethical threat നമുക്ക് intimidation threat ആയിട്ട് പറയാം because of the lack of adequate audit evidence. Adequate time to perform the audit. Fine. പിന്നെ Related party distributions. Directors and അവിടെ എന്താ പ്രോബ്ലം? എന്താ അവർ പറയുന്നത്? എന്താ പ്ലാൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ട, കാരണം ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സും ഷെയർ ക്യാപിറ്റലും എല്ലാം ലോ റിസ്ക് ഏരിയ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? അല്ല, ഇറ്റ് ഈസ് ഓൾവേസ് ഹൈലി മെറ്റീരിയൽ ഇൻ ഇറ്റ്സ് നേച്ചർ as the directors emoluments represents a related party transaction. ശരിയല്ലേ? As per IAS 24 related party transaction നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവണം ക്ലയന്റ് കമ്പനി. അത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഓഡിറ്ററായി നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി മെറ്റീരിയൽ ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ. പിന്നെ ഷെയർ ക്യാപിറ്റൽ ഈ ഒരു സിറ്റുവേഷനിൽ ലോ റിസ്ക് ഏരിയ ആണോ? അല്ല, കാരണം നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ്. ഒരു ക്ലയന്റ് ന്യൂലി ലിസ്റ്റഡ് ആകുമ്പോൾ തന്നെ definitely അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഷെയർ റിലേറ്റഡ് ഡീലിംഗ്സ് വന്നിട്ടുണ്ടാവും. അപ്രോപ്രിയേറ്റ് ഡിസ്ക്ലോഷേഴ്സ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു ദ ഷെയർ ഇഷ്യൂ. പക്ഷെ കമ്പനി പറയുന്നത് ലോ റിസ്ക് ഏരിയ ആണെന്ന്, വിച്ച് ഈസ് ഓൾസോ നോട്ട് റൈറ്റ്. സോ അവിടെയും ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവും നമുക്ക് പറയാം. ശരിയല്ലേ? ഓക്കെ, പിന്നെ അവരെന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ട, പകരം ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്ത് സാമ്പിൾ സെലക്ഷൻ നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് അപ്രോപ്രിയേറ്റ് ആണോ? അല്ല. കാരണം എന്താ? പഠിച്ചിട്ടുള്ളതാണ് as per standards statistical sampling method വഴി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? every population will have equal chance of selection എന്നുള്ള കാര്യം പറയാൻ പറ്റുക. Because when a auditor select the sample on the basis of his judgment, the possibility of having bias will be very high.
In addition to which, ഇവിടെ ആരോടാണ് ജഡ്ജ്മെന്റ് യൂസ് സാമ്പിൾ സെലക്ഷൻ നടത്താൻ പറയുന്നത്? Yes. ജൂനിയേഴ്സിനോടാണ് അല്ലേ? So automatically they might not be adequately be experienced to select the samples on the basis of judgments. So there can be chances that they might also be obtaining inappropriate evidence. Clear ayo? Yes, sir. Okay, so this is how you will be performing the review of quality control. Clear alle makkale? Okay. In addition to which, there can be chances that you might be getting questions in relation to the going concern issues. നിങ്ങളോട് അവിടെ ചോദിക്കുന്നുണ്ടാവും എങ്ങനെയായിരിക്കും, വാട്ട് ആർ ദ മാറ്റേഴ്സ് വിച്ച് മേ കാസ്റ്റ് ദ ഡൗട്ട് ഓൺ എൻറ്റിറ്റീസ് എബിലിറ്റി ടു കൺസേൺ എസ് ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനാരിയോ തരും, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സിനാരിയോ തരുന്നുണ്ടാവും. അവിടെ നിങ്ങളോട് പറയും ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ക്യാഷ് ബാലൻസ് എത്രയാണ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് തരും, നോട്ട്സ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും എന്തൊക്കെയാണ് ഈ കമ്പനിയുടെ എബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അത് ഓരോന്നും ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളോട് ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം, ശരിക്കും ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, വേറെ തിയററ്റിക്കൽ ആയിട്ടുള്ള നോളജ് ഒന്നും മാരകമായിട്ട് യൂസ് ചെയ്യാനില്ല. നമുക്കറിയാം ഒരു ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 1 year പീരീഡിലേക്ക് കമ്പനിക്ക് റൺ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ എന്ന് പറയാം. So if there is something there in the scenario which shows that the company is not having ability to continue over the next 1 year, ആ ഫാക്ടേഴ്സിന് നിങ്ങൾക്ക് ഗോയിങ് കൺസേൺ ഇഷ്യൂസ് ആയിട്ട് പറയാം. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് കണ്ടിൻസ്കൈ കമ്പനി അവരുടെ ടേംസ് ഓഫ് ട്രേഡ് വിത്ത് സപ്ലയർ നെഗോഷിയേറ്റ് ചെയ്തു, 50 days 80 days ആക്കി എന്ന് പറഞ്ഞു. സോ അവിടെ എന്തെങ്കിലും ഗോയിങ് കൺസേൺ ഇഷ്യൂ പറയാനുണ്ടോ? നമുക്ക് പറയാം കണ്ടിൻസ്കൈ കമ്പനി ഹാസ് റീനെഗോഷിയേറ്റഡ് the terms of trade with the major supplier of cocoa beans. Therefore, there can be chances that the suppliers might be dissatisfied because of extension of the credit period to 1 more additional month. So there can be chances that the supplier might not be willing to supply the goods in future for credit, which might result in stock out for the company, and the company will not be able to meet customer demand, and it would further leads to going concern uncertainty for the company. തൊട്ട് മേലെ പറഞ്ഞു കമ്പനിക്ക് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്, അവർക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, കമ്പനിയുടെ പ്രോപ്പർട്ടി അതായത് ഹെഡ് ഓഫീസും മാനുഫാക്ചറിംഗ് സൈറ്റൊക്കെയാണ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. ലോണിന്റെ റീപേയ്മെന്റ് വരുന്നത് 3,50,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കമ്പനിയുടെ കറന്റ്ലി ഉള്ള ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് ആകെ 150,000 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, കമ്പനിക്ക് ആ ക്യാഷ് ബാലൻസ് വെച്ച് ലോൺ എന്താണെങ്കിലും ഇപ്പം ആസ് ഓഫ് നൗ അടയ്ക്കാൻ പറ്റില്ല, നമുക്കിപ്പോ കറന്റ്ലി ഉള്ള ക്യാഷ് വെച്ചിട്ട്. സോ ആ ലോണിന്റെ എമൗണ്ട് അടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ബാങ്ക് ചിലപ്പോൾ സീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കമ്പനിയുടെ ഹെഡ് ഓഫീസ് മാനുഫാക്ചറിംഗ് സൈറ്റും. ഇൻ ദാറ്റ് കേസ് ദേ വോണ്ട് ബി ഏബിൾ ടു കണ്ടിന്യൂ വിത്ത് ദ കമ്പനീസ് ബിസിനസ്, ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ഉണ്ടാവും എന്ന് പറയാം. ഇങ്ങനെ ഓരോരോ സിനാരിക്കകത്തുള്ള ഫാക്ടേഴ്സും ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് വൈ ദിസ് വിൽ ലീഡ് ടു ഇഷ്യൂസ് ഇൻ റിലേഷൻ ടു ദ കമ്പനീസ് എബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ. രണ്ടാമതായിട്ട് പ്രൊസീജിയേഴ്സ് എഴുതുക, ഈ കമ്പനി ഗോയിങ് കൺസേൺ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ റാൻഡംലി ഗോയിങ് കൺസേണിന്റെ പ്രൊസീജിയേഴ്സ് എഴുതുകയല്ല ചെയ്യേണ്ടത്, പകരം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഗോയിങ് കൺസേൺ ഇഷ്യൂസ് എന്തൊക്കെയാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രൊസീജിയേഴ്സ് എഴുതണം. ഇപ്പം ബാങ്ക് ലോണിന്റെ കേസ് പറഞ്ഞു, അവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, നമുക്ക് അവിടെ ശരിക്കും അറിയേണ്ടത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് കോവനൻസ് ബ്രീച്ച് ആവുന്നത്, അവിടെ എന്തൊക്കെ പെനാൽറ്റി വരും എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂ ദ ലോൺ ഡോക്യുമെന്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം ദ ഇൻട്രസ്റ്റ് റേറ്റ്, റീപേയ്മെന്റ് ടേംസ് ആൻഡ് ദ കോവനൻസ് ആൻഡ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ കോവനൻസ് വിൽ ബി കൺസിഡർഡ് ടു ബി ബ്രീച്ച്ഡ് ബൈ ദ കമ്പനി. ദെൻ സെക്കൻഡ് കേസിൽ നമുക്കറിയണം സപ്ലയേഴ്സ് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ supplier of cocoa bean and Kandinsky company in order to understand whether the supplier has agreed to the credit terms or whether they have been dissatisfied with the extended terms. So ഈ രീതിയിൽ പറയാം. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, we need to perform the procedures in relation to the going concern ability of the company. ഇനി on the other hand ചിലപ്പോൾ നിങ്ങളോട് ഇതിന് പകരം ചോദിക്കുന്നുണ്ടാവുന്നത് KPIയുടെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. KPI അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന എലമെന്റ്. അതായത് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനാരിയോ തരും, എന്നിട്ട് നിങ്ങളോട് പറയും ഇതാണ് ഈ കമ്പനിയുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഗ്രാജുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ഹു കംപ്ലീറ്റഡ് ദ ഡിഗ്രി പ്രോഗ്രാം, എത്ര സ്റ്റുഡൻസ് ആണ് ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിനാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടിയേക്കുന്നത്,
എത്ര പേർക്കാണ് ഗ്രാജുവേഷൻ ലെവൽ എംപ്ലോയ്മെന്റ് കിട്ടിയേക്കുന്നത്, എത്ര പേരാണ് യൂണിവേഴ്സിറ്റിന് എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞ് റേറ്റ് ചെയ്തേക്കുന്നത്, ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പെർഫോമൻസ് മെഷേഴ്സ് റെലവെന്റ് ആണോ മെഷറബിൾ ആണോ. നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെറ്റ് ഓഫ് പെർഫോമൻസ് മെഷേഴ്സ് വന്ന് അത് റെലവെന്റ് ആണോ മെഷറബിൾ ആണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനീനെ കുറിച്ച് മനസ്സിലാക്കുക. എന്ത് തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ഇതെന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞു റോക്തോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പബ്ലിക് സെക്ടർ കോളേജ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോളേജ് ആണെന്ന് മനസ്സിലായി. അടുത്ത നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതൊരു കോളേജ് ആകുമ്പോൾ ഈ കോളേജിനെ സംബന്ധിച്ച് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം വേണം ആലോചിക്കാൻ. ഒരു കോളേജിനെ സംബന്ധിച്ച് ആരൊക്കെ ആയിരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരിക? സ്റ്റുഡൻസ് ഉണ്ടാവും, അവരുടെ പേരൻസ് ഉണ്ടാവും, പിന്നെ ആരൊക്കെയാ? എംപ്ലോയേഴ്സ് ഉണ്ടാവും. ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആണ്, പബ്ലിക് സെക്ടർ ആണെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാവും, ജനറൽ പബ്ലിക് ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ നോക്കുക ഈ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നമ്മൾ ഈ പറഞ്ഞ പെർഫോമൻസ് മെഷേഴ്സ് റെലവെന്റ് ആണോ. ഓക്കെ, സ്റ്റുഡൻസ് അല്ലെ പേരൻസ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനെ സംബന്ധിച്ച് പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് എത്ര പേര് ഗ്രാജുവേഷൻ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പെർഫോമൻസ് മെഷർ ആണോ, റെലവെന്റ് ആണോ അത്? അതിന്റെ റീസൺ എന്താണെന്നുള്ളതും പറയാം. കാരണം നമുക്കറിയാം ഒരു സ്റ്റുഡന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്നവന് എത്ര പേര് പാസ് ആവുന്നുണ്ടെന്നായിരിക്കും നോക്കുക. എത്ര പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നുണ്ടെന്നും ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുന്നുണ്ടാവും, ശരിയല്ലേ? കാരണം എത്ര പെർസെന്റേജ് ആളുകൾക്കാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത് ഏതൊരു സ്റ്റുഡന്റ് ആണ് അറിയാം. കാരണം കൂടുതൽ മാർക്ക് കിട്ടുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാൻ വില്ലിങ് ആവുക. എത്ര പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസിന് ഗ്രാജുവേഷൻ ലെവൽ എംപ്ലോയ്മെന്റ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കും. കാരണം ഓരോ സ്റ്റുഡൻസും പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയാണ്, ജോലി കിട്ടാൻ വേണ്ടിയാണ്. ദെർഫോർ അവരത് കൺസിഡർ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക റെലവൻസ്. ഓരോ ഫാക്ടേഴ്സ് പിക്ക് ചെയ്യുക, റെലവെന്റ് ആണോ എന്ന് പറയാം. ഇനി നിങ്ങളോട് ചോദിച്ചു ആ പെർഫോമൻസ് മെഷർ മെഷറബിൾ ആണോ എന്ന്. ഒരു KPI മെഷറബിൾ ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതൊരു ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ് ആണോ അതോ ക്വാളിറ്റേറ്റീവ് എലമെന്റ് ആണോ എന്ന് നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ ആണ്, ഇൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മെഷറബിൾ ആയിരിക്കും. അല്ല ക്വാളിറ്റേറ്റീവ് ആണ്, സബ്ജക്റ്റീവ് ഏരിയ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മെഷറബിൾ ആയിരിക്കത്തില്ല. സേ ഫോർ എക്സാമ്പിൾ ഗ്രാജുവേഷൻ റേറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ഏതായിരിക്കും ഗ്രാജുവേഷൻ റേറ്റ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. കാരണം നമുക്ക് എന്ത് ചെയ്യാം, എത്ര സ്റ്റുഡൻസ് എക്സാം എഴുതി അതിനകത്ത് എത്ര പേര് ക്ലിയർ ആയി എന്ന് നോക്കാം. പക്ഷെ കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഈസിലി മെഷറബിൾ ആണോ? അല്ല, ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് എലമെന്റ്, സബ്ജക്റ്റീവ് ആണ്. ഓരോ സ്റ്റുഡൻസ് ഓരോ മൂഡിനനുസരിച്ചൊക്കെ ആയിരിക്കും ചിലപ്പം റിവ്യൂ ഇട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതൊരു ക്വാളിറ്റേറ്റീവ് എലമെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യണം എന്ന് പറയാം. അത് നമ്മൾ പറഞ്ഞ് ഇങ്ങനെയുള്ള ഓരോ എലമെന്റും നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് റെക്കമെൻഡ് എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ടു ബി യൂസ്ഡ് ഇൻ ഓഡിറ്റിംഗ് ദ പെർഫോമൻസ് ഇൻഫർമേഷൻ. പെർഫോമൻസ് ഇൻഫർമേഷൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പെർഫോമൻസ് ഇൻഫർമേഷൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആസ് യൂഷ്വൽ ഇവിടെ ആലോചിച്ച് നോക്കുക. ഇവിടെ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുക? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കാൻ പറ്റുക? ഇവിടെ എന്തൊക്കെയായിരിക്കും കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുക? ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് നോക്കാൻ പറ്റുക? ഇവിടെ ബോർഡ് മിനിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും റീകാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ? ഇതേപോലെ തന്നെ നമ്മുടെ പ്രൊസീജിയേഴ്സ് വെച്ച് ആലോചിച്ച് നോക്കുക. KPSന്റെ എക്സാമിനേഷൻ പ്രൊസീജിയർ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുക? Graduation rate, you can recalculate it, right? Since it's a calculation, you can recalculate it. Recalculate the graduation rate by dividing the total number of students who cleared the exam by the total number of students who have attended the graduation program, who have attended the exam, in order to ensure the mathematical accuracy. Percentage of students who completed distinction, 20% ആണെന്ന് കൺഫേം ചെയ്യണം. എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക? Review mark list of a sample of students who have achieved distinction in order to confirm whether they have achieved the distinction level marks. അങ്ങനെ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, പഠിച്ചല്ലായിരുന്നു മക്കളെ നമ്മള്? ഓക്കെ, ഫൈൻ. ഇനി നമ്മളോട് അടുത്തതായിട്ട് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് PFI അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിന്റെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ചോദിക്കാം. സോ ബേസിക്കലി നമ്മൾ പഠിച്ചതായിരുന്നു PFI എന്ന് പറയുന്ന ഏരിയയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് നേരെ കൊണ്ട് എഴുതി വെച്ചാൽ മതിയോ? നോ, നിങ്ങൾ എന്ത് ചെയ്യണം?
PFI എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യമേ സിനാരിയോയിൽ നോക്കുക എന്തൊക്കെയാണ് PFIക്കകത്ത് പഠിക്കാനുള്ളതെന്ന് പറയുന്നതെന്ന്. സോ നിങ്ങളോട് പറയുന്നുണ്ടാവും ഒരു കമ്പനിയുടെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണിത്. ഇത് പ്രോസ്പെക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ആണ്. അവിടെ കമ്പനിക്ക് റവന്യൂ ഉണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട്, ഫിനാൻസ് കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉണ്ട്. നിങ്ങൾക്ക് P&L തന്നു കഴിഞ്ഞാലും SOFP തന്നു കഴിഞ്ഞാലും ക്യാഷ് ഫ്ലോസ് തന്നു കഴിഞ്ഞാലും സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി തന്നു കഴിഞ്ഞാലും എല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ ജനറൽ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ആ ടോട്ടൽ ഫിനാൻഷ്യൽസ് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. നമുക്ക് അക്കൗണ്ടിങ് പോളിസീസ് അവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ആക്ച്വൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ഹിസ്റ്റോറിക് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സെയിം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ചോദിക്കാം. കറണ്ട് ഇയറിൽ അതെല്ലാം കൂടി ജനറൽ ആയിട്ട് പ്രയർ ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ റീസണബിൾനെസ് ഓഫ് ഫോർകാസ്റ്റ് അറിയാനായിട്ട് കഴിഞ്ഞ വർഷത്തെ ഫോർകാസ്റ്റും കഴിഞ്ഞ വർഷത്തെ ആക്ച്വലും കൂടെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഓഡിറ്ററായി നമ്മുടെ നോളജ് വെച്ചിട്ട് ഈ ഫോർകാസ്റ്റ് റീസണബിൾ ആണോ നോക്കാൻ പറയാം. ഇങ്ങനെയുള്ള ജനറൽ പോയിന്റ്സ് നിങ്ങൾക്ക് എല്ലായിടത്തും പറയാം. ബട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞ പോയിന്റ്സ് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് വേണം പറയാൻ. അതായത് നിങ്ങൾ നോക്കുക ആസ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ദി ആക്ച്വൽ എഫേർട്സ് കമ്മിങ് ഇയേഴ്സിലെ ഫോർകാസ്റ്റിനകത്ത് റവന്യൂ കുറയുവാണ് കൂടുവാണ് ചെയ്തേക്കുന്നത്. ഇവിടെ റവന്യൂ കൂടുവാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, യു നീഡ് ടു മെൻഷൻ ദാറ്റ് analytical review followed by discussion with the management of Waters company on the trend in revenue which is forecasted to increase by 10% as compared with the prior year. So എത്രയാണ് ട്രെൻഡ് എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇവിടെ അറിയാം, ഇവരിവിടെ പറയുന്നു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അകത്ത് ഇവർ ഈ എന്താ പറയാ സ്റ്റാഫ് കോസ്റ്റും ഡിപ്രീസിയേഷൻ ഓഫ് PPയും റിപ്പയർ ആൻഡ് മെയിൻ്റനൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം obtain the breakdown of operating expenses in order to confirm whether appropriate expenses have been recognized in relation to staff cost, depreciation of PPE, repair and maintenance cost, and compare it with the prior year in order to confirm whether there is any significant variance. ഇനി നമുക്ക് അതേപോലെ തന്നെ പറയാം, ഇവിടെ ഇവർ പറഞ്ഞു ടിക്കറ്റ് പ്രൈസസ് 7 നിന്ന് 10 ആക്കി. Then discuss with the management about the rationale on the basis of which the company have increased the ticket price from 7 to 10 and consider whether it is reasonable. ഇങ്ങനെ in accordance with scenario ആയിരിക്കണം പറയുന്നത്. നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വെക്കേണ്ട ഒരു കൺസിഡറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അഥവാ PFI നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന പോലെ PFIയുടെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നോർമലി ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യുന്ന ഹിസ്റ്റോറിക് ഇൻഫർമേഷന്റെ മേലെയാണ്. ഹിസ്റ്റോറിക് ഇൻഫർമേഷന് മേലെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും നമുക്ക് എവിഡൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ PFIയുടെ മേലെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ എവിഡൻസ് ഉണ്ടാവുമോ? ഇല്ല. കാരണം അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കഥ പറയുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ മെയിൻലി പെർഫോം ചെയ്യാൻ പറ്റുന്ന 2 സെറ്റ് ഓഫ് പ്രൊസീജിയർ ആയിരിക്കും. ദാറ്റ് വിൽ ബി അനലിറ്റിക്കൽ പ്രൊസീജിയർ ആൻഡ് എൻക്വയറി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വേണം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. ക്ലിയർ ആയ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? Yes, sir. ഓക്കെ. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ്ലി വരാൻ പോകുന്ന മറ്റൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എനിവേ യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഏരിയ ഓഫ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ്. സോ ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് അവിടെ 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് നോർമലി ചോദിക്കുക. നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് സമയത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത്, എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ചോദിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഡ്യൂ ഡെലിജൻസ് റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ച് വേണ്ടത് എന്ന് നിങ്ങളോട് ചോദിച്ചു. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ക്വിക്ലി വായിച്ചു നോക്കി. ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ സീബ്ര കമ്പനി എന്ന് പറയുന്ന അവിടെ വായിച്ചു നോക്കിയോ, യു വിൽ ഗെറ്റ് ദ ഐഡിയ. ദെൻ വി വിൽ ഡിസ്കസ്. കട്ടപ്പന
കഴിഞ്ഞ എല്ലാവരും വായിച്ചോ? നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് അവർ ക്ലിയർലി മെൻഷൻ ചെയ്തു ലെപ്പേർഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഡ്യൂ ഡിലിജൻസ് റിവ്യൂ ചെയ്യാൻ പോവാണ്. സീബ്ര കമ്പനി നമ്മളോട് പറഞ്ഞു നമ്മൾക്കൊരു പൊട്ടൻഷ്യൽ ടാർഗറ്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ ടാർഗറ്റ് ഉണ്ട്. അവർ ആ കമ്പനീനെ അക്യൂർ ചെയ്യാൻ പോവാണ്. സോ സീബ്ര കമ്പനി എന്ന് പറയുന്ന കമ്പനി അവർ യുണിക് ഇൻവെന്ററീസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. ആൻഡ് നമ്മളോട് പറയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് പാർട്ട് ഓഫ് ഡ്യൂ ഡിലിജൻസ് റിവ്യൂ നമ്മൾ ആ സീബ്ര കമ്പനിയുടെ വാല്യുവേഷൻ ഓഫ് നെറ്റ് അസറ്റ്സിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സിന്റെ വാല്യുവേഷൻ നടത്തണം. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർകാസ്റ്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. ആൻഡ് ഇതിനെ ബേസ് ചെയ്താണ് പർച്ചേസ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു സീബ്ര കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ സിനാരിയോക്കകത്ത് മനസ്സിലാക്കേണ്ടത് വാട്ട് എവർ തിങ്സ് ദാറ്റ് വെന്റ് റോങ് വിച്ച് മൈറ്റ് അഫക്ട് ദി കമ്പനീസ് നെറ്റ് അസറ്റ്സ് വാല്യൂ ഓർ വാട്ട് എവർ തിങ്സ് ദാറ്റ് മൈറ്റ് അഫക്ട് ദ വാല്യുവേഷൻ ഓഫ് ദി സീബ്ര കമ്പനീസ് that might affect the analysis of companies operating profit forecast, that should be considered. അതിനെ ബേസ് ചെയ്ത് പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെ പേ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അപ്പൊ നമ്മൾ ഈ കേസിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സിനാരിയോക്കകത്ത് സംഭവിച്ചേക്കുന്നത്. നമ്മളോട് പറഞ്ഞു സീബ്ര കമ്പനി എന്ന് പറയുന്നവർ കുറെ യുണിക് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവരുടെ പർച്ചേസ് എഗ്രിമെന്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അവരത് റിന്യൂ ചെയ്യുന്നില്ല. കാരണം കറണ്ട് വൺ എക്സ്പയർ ആയതിനു ശേഷം അവർ പുതിയ സപ്ലയറിന്റെ അടുത്തേക്ക് സ്വിച്ച് ആവുകയാണ്. സപ്ലയർ നമ്മളെക്കാളും വില കുറച്ചാണ് പ്രൊഡക്ട്സ് വിൽക്കുന്നതെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് 5% ഓഫ് ആനുവൽ റവന്യൂ ആണ് ഈ കസ്റ്റമർ തരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാ എന്തുകൊണ്ടാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന്. നമുക്ക് എന്തൊക്കെയായിരിക്കും പറയാൻ പറ്റുക? ആസ് ഇറ്റ്സ് മെൻഷൻഡ് ഓവർ ഹിയർ, 5% ഓഫ് റവന്യൂ ഓഫ് ദി കമ്പനി is lost by losing the customer. So automatically that loss of revenue should be reflected in the company's operating profit forecast because it will have direct impact on the cost as well as the profit of the company. And while determining the purchase consideration, we will definitely be considering the profit forecast. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറയാം. രണ്ട്, നമുക്ക് പറയാം the company has already the customer have already cancelled the contract with the company. Therefore, since these are unique inventories, there can be chances that some of the inventories which might held in the company's warehouse will not be able to sold to any other alternative customer. In that case, that inventory should be written down to the lower of cost or NRV or should be written off from the financial statements. If it is not done, the net assets will be affected. In addition to which, there can be chances that some of the inventory which will be manufactured by using specific asset, and since the inventory cannot be sold to any other customers, that the value of asset should also be impaired, which is used specifically for the purpose of manufacturing the bespoke inventory. So if it is also not done, then both the cases will lead to impact over the net asset, which needs to be considered while determining the purchase consideration that need to be paid for the acquisition. So in this case, we need to consider investigating further to reduce the purchase consideration, and we need to consider the losing customer as a bargaining tool to reduce the amount that we pay for the acquisition of Zebra company. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? അവരോട് പറയുന്നുണ്ട് 5% റവന്യൂ ലൂസ് ആയെന്ന്. There is also possibility that we might lose further customers in future. So for which also we can consider it as further bargaining tool. So since there is an uncertainty relating to the company's expected revenue, we must reduce the price of the acquisition as maximum as possible, for which we need to perform additional investigation or further investigation. So this is why we need to perform further investigation. അപ്പൊ എപ്പോഴും നോക്കുക എന്താണ് റീസൺ ഫോർ അക്വിസിഷൻ, അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ടാസ്ക് വന്നേക്കുന്നത്, അതേക്കുറിച്ച് അറിയാനായിരിക്കും നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. ക്ലിയർ ആണോ മക്കളെ? യെസ്. ഓക്കെ. സോ ദിസ് ഇസ് ദ കാറ്റഗറി 1 ക്വസ്റ്റ്യൻ. ബട്ട് നോർമലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡ്യൂ ഡിലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാറുള്ള ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. Recommend the additional information which should be made available for your firm's due diligence review and explain the need for information. നമ്മളോട് ചോദിക്കും ഡ്യൂ ഡിലിജൻസ് റിവ്യൂ നടത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ വായിച്ചു നോക്കുക എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിനെ വാങ്ങാൻ പോകുന്നത്. ഇവിടെ ഇവർ പറയുന്നുണ്ട് ജേക്കബ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇലക്ട്രിക്കൽ റിപ്പയർസ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ്. ഇവർക്ക് സ്വിമ്മിംഗ് പൂളിന്റെ മെയിൻ്റനൻസും കൂടി സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവർ മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്യാൻ പോവാണ്, ലോക്കി കമ്പനീനെ. സോ നിങ്ങളാണ് ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് ചെയ്യാൻ ചെല്ലുന്നത്. നിങ്ങൾ ചെയ്യാൻ ചെല്ലുമ്പോൾ ലോക്കി കമ്പനിയുടെ ഓണർ നിങ്ങളോട് പറയാണ് ഈ ഡീറ്റെയിൽസ്. സോ നിങ്ങൾക്ക് അതേക്കുറിച്ച് എന്തൊക്കെ ഫർദർ ഇൻഫർമേഷൻ ആണ് വേണ്ടത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ എന്നാണ് പറയേണ്ടത്.
സോ ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. The company has grown rapidly in the last 3 years as more affluent customers can afford the cost of installing and maintaining swimming pool and hot tub. Expansion was funded by significant bank loan. Company relies on overdraft facility in winter months when less operating cash inflow arise from maintenance work. ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ബയർ. ഇവിടെ എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്? അത് എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടത്? ഒന്ന് പറഞ്ഞു മക്കളെ, എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്? ഒരു സെല്ലർ നിങ്ങളോട് ഈ ഡീറ്റെയിൽസ് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടേ? എന്താ വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ? എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, they have clearly mentioned that they have funded their expansion by a bank loan, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ ഹെഡിങ് ആയിട്ട് കൊടുക്കാൻ പറ്റുക? Details in relation to the bank loan. നിങ്ങൾക്ക് പറയാം, we need get the details in relation to the bank loan, including the rate of interest, the amount of bank loan, repayment terms, covenants attached, and any security that have been offered as part of the bank loan. Because എന്തുകൊണ്ടാണ് നമുക്കിത് വേണ്ടത്? Once the acquisition is done, ഇനി ഈ ബാങ്ക് ലോണിന്റെ എമൗണ്ട് റീപേ ചെയ്യേണ്ടത് ആരായിരിക്കും? ജേക്കബ് കമ്പനി ആയിരിക്കും. സോ നമുക്കറിയണം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലയബിലിറ്റി ആണോ കമ്പനി എടുത്തേക്കുന്നത്, അത് ഇമീഡിയറ്റ്ലി സെറ്റിൽ ചെയ്യുന്ന ലയബിലിറ്റി ആണോ, എന്നിട്ട് വേണം നമ്മൾ അക്വിസിഷൻ നടത്താൻ. അതുപോലെ തന്നെ അവർ പറഞ്ഞു വിന്റർ മന്ത്സിൽ അവർ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടാണ് അവരുടെ ക്യാഷ് ഇൻഫ്ലോസ് മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം ക്യാഷ് ഇൻഫ്ലോ അല്ലാണ്ട് കുറവായുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന എന്തായിരിക്കും? വി നീഡ് ടു ഹാവ് ദ ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി വിച്ച് ഇൻക്ലൂഡ്സ് ദ എമൗണ്ട് ഓഫ് മാക്സിമം ഓവർഡ്രാഫ്റ്റ്, repayment terms, as well as interest rate and other conditions attached in relation to the overdraft facility. And above this, we must also be having a clear picture on whether we will be able to use the same overdraft facility, because after acquisition, we will also be facing same challenges during the winter months. So we need to know whether we will be able to meet the cash flow requirements during that particular period. So for which we need to get additional information. So അത് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇങ്ങനെയായിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ എങ്ങനെ വേണം എന്ന് പറയാം, അതിന്റെ പേർപ്പസും പറയാം. പിന്നെ ഒരു ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയുടെ പ്രീവിയസ് ഇയർ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാം. അതേപോലെ തന്നെ കറണ്ട് ഇയറിലെ ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാം, ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാം, കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും മാനേജ്മെന്റ് അക്കൗണ്ട്സും ചോദിക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ ചോദിക്കാം, ബിക്കോസ് യു വോണ്ട് ടു നോ whether both the companies will be blended together. So corporate structure of the entity നിങ്ങൾക്ക് ചോദിക്കാം. So ഈ ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ? Yes, sir. So this is how we will be performing due diligence engagements. Clear അല്ലേ മക്കളെ എല്ലാവർക്കും? Yes, sir. Okay. സർ റിക്വയർമെന്റിലൊന്നും വ്യത്യാസം തീരും? റിക്വയർമെന്റ്സിൽ നമ്മളോട് നേരത്തെ റിക്വയർമെന്റ് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്നാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ട അതിന് റീസൺ പറയാം. ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഈ കമ്പനിയെ കുറിച്ച് അറിയേണ്ടത്, അതിന്റെ പർപ്പസ് എന്താണെന്നാണ്. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് ജനറലി എപ്പോഴും കിട്ടാറുള്ള ക്വസ്റ്റ്യൻ ആണ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ചോദിക്കും. അതായത് ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റോ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു എൻഗേജ്മെന്റോ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? സോ വെൽ ദീസ് ആർ ദ സെറ്റ് ഓഫ് മാറ്റേഴ്സ് വിച്ച് യു നീഡ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്? റിസോഴ്സ് അവൈലബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. റിസ്ക് എന്തെങ്കിലും ഉണ്ടോ? ഫീസ് എത്രയാണ്? പ്രൊഫഷണൽ കോമ്പിറ്റൻസ്, റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ്, പ്രീ കണ്ടീഷൻ, പ്രൊഫഷണൽ ക്ലിയറൻസ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി, മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി, മണി ലോണ്ടറിംഗ്. ഇത് ഓരോന്നും നമ്മൾ ഓരോ ഓഡിറ്റ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുക. യൂസിങ് സ്പെസിഫിക് ഇൻഫർമേഷൻ പ്രൊവൈഡഡ്, ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ് വിച്ച് ഷുഡ് ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് ഇൻ ദി ഇവന്റ് യുവർ ഫേം ബീങ് സക്സസ്ഫുൾ ഇൻ ടെൻഡർ. അപ്പം സ്പെസിഫിക് ഇൻഫർമേഷൻ, ഇവിടെ സിനാരിയോയിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് എന്തൊക്കെ മാറ്റേഴ്സ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് എന്നാണ് ചോദിക്കുക. ഒരിക്കലും ഈ പോയിന്റ്സ് നേരെ കൊണ്ടുപോയി എഴുതി വെക്കരുത്. പകരം സിനാരിയോ വായിച്ചു നോക്കുക, ഇതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെക്കുക. സിനാരിയോയ്ക്കകത്ത് ഇതിൽ ഏതെങ്കിലും കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാവുള്ളൂ. സിനാരിയോയ്ക്കകത്ത് പറയാണ് ക്ലയന്റ് കമ്പനിക്ക് ഓവർ 20 സബ്സിഡറീസ് ഉണ്ട്.
അപ്പൊ നിങ്ങൾ പറയണം you have to consider about the resources. Client company is having almost more than 20 subsidiary in other countries. Therefore, the audit firm should be having sufficient team members. In addition to which, the audit firm should also be having offices in other countries in order to perform the audit engagement appropriately. So, auditor should consider whether he will be able to meet the requirements of the client. If not, he should also consider performing a joint audit. If not, auditor should not accept the engagement. അടുത്ത നിങ്ങൾ പറയണം റിസ്ക്. ക്ലയന്റ് കമ്പനിക്ക് മോർ ദാൻ 20 സബ്സിഡറീസ് ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് ഓഫ് എൻഗേജ്മെന്റ് ഈസ് വെരി ഹൈ ആസ് ഇറ്റ്സ് എ കോംപ്ലക്സ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. ബിക്കോസ് ഒന്ന് ഫോറിൻ സബ്സിഡറീസ് ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എല്ലാം റീട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോറിൻ സബ്സിഡിയുടെ പേരന്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് കറൻസി റീട്രാൻസ്ലേഷൻ ഉണ്ടാവും. ഇൻ അഡീഷൻ ടു വിച്ച് കോംപ്ലക്സ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ദെൻ അതേപോലെ തന്നെ നമ്മൾ പറയാണ് ഫീസ്. നിങ്ങളോട് ഫീസിനെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഫീസ് അക്സെപ്റ്റബിൾ ആണോ എന്ന് കൺസിഡർ ചെയ്യണം, എന്നിട്ട് വർക്ക് എൻറ്റൈറ്റി എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. പ്രൊഫഷണൽ കോമ്പീറ്റൻസ് നിങ്ങൾ പറയണം. സിനാരിയോക്ക് എന്തെങ്കിലും നിങ്ങളുടെ കോമ്പീറ്റൻസ് അഡീഷണൽ റിക്വയർമെന്റ്സ് ആവശ്യമായിട്ടുള്ളതിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. ക്ലയന്റ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവർ നേരത്തെ ഫ്രോഡ് ചെയ്തു അല്ലെങ്കിൽ ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ലീഗൽ ക്ലെയിം ഉണ്ടെന്നോ ഒക്കെ പറയാണ്. അപ്പൊ നിങ്ങൾ നോക്കണം ക്ലയന്റ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് കാരണം കൊണ്ട് ഓഡിറ്റ് ഫേമിന്റെ റെപ്യൂട്ടേഷൻ അഫക്റ്റഡ് ആവുമോ, അങ്ങനെയാണെങ്കിൽ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റും പ്രൊഫഷണൽ ക്ലിയറൻസും ഓഡിറ്റ് എൻഗേജ്മെന്റിന്റെ കേസിൽ മാത്രമേ പറയാവുള്ളൂ, വേറൊരു എൻഗേജ്മെന്റിന്റെ കേസിൽ പറയാൻ പാടില്ല. ഓക്കെ, പ്രീ കണ്ടീഷൻസും പ്രൊഫഷണൽ ക്ലിയറൻസും ഓൺലി ഫോർ ഓഡിറ്റ് ആണ്. ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും എത്തിക്കൽ ത്രെഡ്സ് ഉണ്ടോ എന്ന് നോക്കണം. പക്ഷെ നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ് പറയും എത്തിക്കൽ ത്രെഡ് കൺസിഡർ ചെയ്യണമെന്ന്, അപ്പൊ ഇത് നോക്കണ്ട. മാനേജ്മെന്റ് ഇന്റഗ്രിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം. However, consider that it's not a audit engagement. Instead, it's an engagement relating to prospective financial information or the PFI. ഇനി PFI റിലേറ്റഡ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക, what are the matters to be considered before accepting a PFI engagement? Maybe we will consider looking at the requirement relating to the PFI engagement itself. So ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. Evaluate the matters to be considered by Hunt & Company, that's the audit firm, before accepting the engagement to review and report on Waters Company's PFI. So PFI engagement accept ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വരുത്തേണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു കൺസിഡർ ദിസ് എലമെന്റ്സ് വൈൽ പെർഫോമിംഗ് എ PFI engagement. അതായത് അവിടെ നിങ്ങൾ പറയേണ്ടത് ഇന്റൻഡഡ് യൂസ് ഓഫ് ദി ഇൻഫർമേഷൻ എന്താണ്, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ, ദെൻ ജനറൽ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, അസംഷൻസ് എന്തൊക്കെയാണ്, എലമെന്റ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, പീരിയഡ് കവേർഡ് എത്രയാണ്, ഈ ഫാക്ടേഴ്സ് ആയിരിക്കും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ പറയേണ്ടത്. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ, ബട്ട് അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇത് ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യരുത്, ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. സിനാരിയോക്ക് പറഞ്ഞേക്കാണ് നിങ്ങൾ പറയണം ഇവിടെ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കൺസിഡർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമാണോ അത് വേറെ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ, അത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടൈം ആൻഡ് റിസോഴ്സ് അവൈലബിലിറ്റിയും കൂട്ടേണ്ടി വരും. സോ വി നീഡ് ടു കൺസിഡർ ദാറ്റ്. പീരിയഡ് കവേർഡ് ബൈ ദി ഇൻഫർമേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. പീരിയഡ് കവർ ചെയ്തേക്കുന്ന കൂടുന്നതിനനുസരിച്ച് റിലയബിലിറ്റി ഓഫ് ദി റിപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ എന്നോട് പറയണം ജനറൽ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് പറയണം. ഇവിടെ ഇവർ പറഞ്ഞു ഇവർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ലോണിന് വേണ്ടിയിട്ട് മാത്രമാണോ അതോ അതർ ദാൻ ദാറ്റ് വേറെ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതി പറയാം. പക്ഷെ PFIയുടെ ചോദിക്കുന്ന സമയത്ത് ഇത് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് പ്ലസ് ജനറൽ ഫാക്ടേഴ്സ് പറയണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ട ഈ ജനറൽ ഫാക്ടേഴ്സും ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും PFIയുടെ പറയേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ കണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വെരി റെയർ സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് നോർമലി ചോദിക്കാറ് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഹോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഓൾഡ് റിവിഷൻ കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന വാട്ട് ആർ ദ factors to be considered before agreeing the terms of an engagement ആണ്. Identify and explain matters that should be considered in agreeing the terms of an engagement. Before agreeing the terms of an engagement ഇപ്പം നമ്മൾ കണ്ട റിക്വയർമെന്റും entirely different ആണ്. Before accepting engagement before agreeing engagement രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് നിങ്ങളോട് ഇൻ കേസ് എങ്ങാനും ചോദിക്കുന്നത് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അവിടെ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ഫോമാറ്റ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്.
നമ്മൾ എൻഗേജ്മെന്റ് ലെറ്റർ ആണ് ഒരു ഓഡിറ്ററും ക്ലയന്റും തമ്മിൽ എഗ്രി ചെയ്യുന്ന കാര്യം, ശരിയല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ഫോമാറ്റ് വേണം അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ. എൻഗേജ്മെന്റ് ലെറ്ററിന്റെ മാറ്റേഴ്സ് ആയിരിക്കും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ബിഫോർ അക്സെപ്റ്റിംഗ് ദാറ്റ് എൻഗേജ്മെന്റ്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു എൻഗേജ്മെന്റ് ലെറ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സ്കോപ്പ് എന്താണ്, അതേപോലെ തന്നെ ഓഡിറ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഏതാണ്, എക്സ്പെക്ടഡ് ഫോം ആൻഡ് കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ട് എന്താണ്. ഈ ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബിഫോർ എഗ്രിങ് ടു ദ ടേംസ് ഓഫ് എൻ ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഹൗവർ നമ്മളോട് ഇപ്പൊ ചോദിക്കുന്ന PFIയുടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വ്യത്യാസം ISA 3400 പ്രകാരം നമ്മളിപ്പോ പഠിച്ച കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇന്റൻഡഡ് യൂസ്, എലമെന്റ്സ് ഓഫ് റിപ്പോർട്ട്, ആ ഡിസ്കസ് ചെയ്ത ആ ഫാക്ടേഴ്സ് പ്ലസ് എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് വേണം എഴുതാൻ when it comes to a PFI engagement, when we need to consider matters before agreeing the terms of an audit engagement. Clear ayo? Is it clear everyone? So, Sir, appo general matters varilla. General ആയിട്ട് General matters എഴുതണ്ടല്ലോ അങ്ങനെ. ഹലോ, ജനറൽ ആയിട്ട് എന്തായിരുന്നു ചോദിച്ച ഡൗട്ട്? Sir, ഇപ്പൊ കേൾക്കാവോ? പറഞ്ഞു. സർ, ജനറൽ മാറ്റേഴ്സ് അങ്ങനെയാണെങ്കിൽ എഴുതാവോ? PFIയുടെ എഗ്രീയിങ് ടേംസ് ആണ് ചോദിച്ചെങ്കിൽ. PFIയുടെ എഗ്രീയിങ് ടേംസ് ആണെങ്കിൽ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് പ്ലസ് ജനറൽ. ജനറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, PFIയുടെ ജനറൽ എന്ന് പറയുമ്പോൾ അതും സിനാരിയോ സ്പെസിഫിക് ആക്കണേ. അതായത് സിനാരിക്കകത്ത് പറഞ്ഞേക്കുന്ന കോണ്ടന്റും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. And finally, we have got the area of money laundering. So, എന്തായിരുന്നു മക്കളെ മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? What do you mean by money laundering? എന്തായിരുന്നു മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാല്? ഇല്ലെജിറ്റിമേറ്റ് മണി നമ്മൾ ഒബ്ടൈൻ ചെയ്ത ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ട് പോലെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക മണി ലോണ്ടറിംഗ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് there are mainly 3 stages in the money laundering. ഏതൊക്കെയായിരുന്നു? പ്ലേസ്മെന്റ്, ലെയറിംഗ്, ഇന്റഗ്രേഷൻ. എന്താ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല്? what do you mean by placement? നമ്മുടെ ഇല്ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ടിനെ ആദ്യമായിട്ട് ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ട് പോലെ ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൺവേർഷൻ ഓഫ് മണിയാണ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കോ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്കോ ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ലെയറിംഗ് എന്ന് വിളിക്കുക. ഫൈനലി ദ മണി വിൽ ഹാവ് ദ അപ്പിയറൻസ് ഓഫ് ലെജിറ്റിമേറ്റ് ഫണ്ട്, അതിനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുക. ദീസ് ആർ ദ 3 stages ഓഫ് മണി ലോണ്ടറിംഗ്. ഇനി നമ്മൾ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസിനെ കുറിച്ച് പറഞ്ഞു. മെയിൻലി നമുക്കറിയാം there are 2 offenses in relation to money laundering. എന്തൊക്കെയാണ് നമ്മൾ മെയിൻലി പറയുന്ന ഒഫൻസ്? ഒന്ന് ഫെയിലിയർ ടു ഡിസ്ക്ലോസ്, 2 ടിപ്പിംഗ് ഓഫ്. അതിൻ്റെ അകത്ത് ഫെയിലിയർ ടു ഡിസ്ക്ലോസ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാറില്ല. ടിപ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു മണി ലോണ്ടറിംഗ് സസ്പെക്റ്റിനെ അവർ മണി ലോണ്ടറിംഗ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടറിലാണെന്ന് ഇൻഫോം ചെയ്യുന്നതിനായിരുന്നു ടിപ്പിംഗ് ഓഫ് എന്ന് പറയാം. ഓഡിറ്ററായി നമ്മൾ ക്ലയന്റ് കമ്പനിയുടെ അടുത്ത് പോയിട്ട് മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ഒഫൻസ് ചെയ്തോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ഒഫൻസ് ഫ്രം ദ ഓഡിറ്റർ വിച്ച് ഈസ് എ ടിപ്പിംഗ് ഓഫ് ഒഫൻസ്. അപ്പൊ മണി ലോണ്ടറിംഗിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഒരു സിനാരിയോ വായിച്ചിട്ട് അവിടെ മണി ലോണ്ടറിംഗിനെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കേണ്ടത് അവിടെ ഒരു ക്യാഷ് ബേസ്ഡ് ആയിട്ടുള്ള നേച്ചറിലാണ് ബിസിനസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഏതെങ്കിലും ഒരു ഫണ്ട് ഓണറോ കമ്പനിയുടെ ഏതെങ്കിലും ടോപ്പ് ഒഫീഷ്യൽസോ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? ക്യാഷ് നേച്ചറിലുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഒരു പ്ലേസ് ടു പ്ലേസോ അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ്സോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? ആൻഡ് ഫൈനലി ഈ എമൗണ്ട് അവർ ഫിനാൻഷ്യൽസിൽ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മണി ലോണ്ടറിംഗ് ആയിരിക്കാം. അപ്പം ഈ മണി ലോണ്ടറിംഗിന്റെ ആ ഒരു ഫാക്ട് എന്താണോ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് അത് വെച്ച് പറയാ. എന്നിട്ട് നിങ്ങൾ പറയാ ദാറ്റ് റെപ്രസെന്റ്സ് മണി ലോണ്ടറിംഗ്. എന്നിട്ട് എന്താണ് മണി ലോണ്ടറിംഗ് എന്ന് പറയാം. അവർ ആ ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവന്ന കഥ പറഞ്ഞിട്ട് പറയാം അത് പ്ലേസ്മെന്റ് ആണ്, എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറയാം. അവർ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത കഥ പറഞ്ഞിട്ട് പറയാം അത് ലെയറിംഗ് ആണ്, എന്താണ് ലെയറിംഗ് എന്ന് പറയാം. ഫൈനലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അത് അപ്പയർ ചെയ്യുന്നുണ്ട്, അത് ഇന്റഗ്രേഷൻ സ്റ്റേജ് ആണെന്ന് പറയാം. അതിനുശേഷം നിങ്ങൾ പറയണം ഓഡിറ്റർ അവിടെ ഒഫൻസ് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ടിപ്പിംഗ് ഓഫ് ആണ്, എന്താണ് ടിപ്പിംഗ് ഓഫ് എന്നുള്ള കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി മണി ലോണ്ടറിംഗിന്റെ റിപ്പോർട്ടിംഗ് ചോദിക്കും. മണി ലോണ്ടറിംഗിന്റെ റിപ്പോർട്ടിംഗ് വെച്ച് ഇത്രയേ ഉള്ളൂ. The company have to appoint an MLRO or the money laundering reporting officer, and whenever there is any suspicious activity relating to money laundering, we should report that to the MLRO. And MLRO എന്ത് ചെയ്യണം? മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ആ സസ്പെഷ്യസ് ആയിട്ടുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ശരിക്കും ഉള്ളതാണോ നോക്കണം. ദെൻ MLRO എന്ത് ചെയ്യുക?
he need to report it to Financial Intelligence Unit or the National Crime Agency. എന്നിട്ട് MLR അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റും കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അവിടെ എന്തൊക്കെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? സസ്പെക്ടിന്റെ പേര്, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഐഡന്റിഫിക്കേഷൻ ഓർ റെഫറൻസസ്, ഇത് എന്തൊക്കെയാണ് സസ്പീഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് തോന്നിയത് എന്നുള്ള കാര്യം പറയാം. വേറെ എന്തെങ്കിലും അതർ ഇൻഫർമേഷൻ കൊടുക്കാണ്ടെങ്കിൽ അതർ ഇൻഫർമേഷൻ കൂടെ കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ. ആൻഡ് യു വിൽ ഓൾസോ നീഡ് ടു ഹാവ് ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാം. അവിടെ എന്തൊക്കെ വേണം നമ്മൾ പറഞ്ഞത്? മണി ലോണ്ടറിംഗ് അല്ലെ ടെററിസ്റ്റ് ഫിനാൻസിങ് റിസ്ക് അസസ്മെന്റ് നമ്മൾ നടത്തുന്നുണ്ടാവണം. അവിടെ പ്രോപ്പർ സിസ്റ്റംസും പോളിസീസും കൺട്രോൾസും പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം മണി ലോണ്ടറിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. എൻഹാൻസ് ഡ്യൂ ഡിലിജൻസ് ആൻഡ് സിംപ്ലിഫൈഡ് ഡ്യൂ ഡിലിജൻസ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് നടത്തിയിട്ടുണ്ടാവണം, എൻഹാൻസ് റെക്കോർഡ് കീപ്പിംഗ്. MLR അതുപോലെ തന്നെ MLCP അപ്പോയിന്റ് ചെയ്യണം എന്ന് പറയാം. സോ ഇതൊക്കെയാണ് നമ്മൾ മണി ലോണ്ടറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് മെയിൻ തിയററ്റിക്കൽ ഏരിയ ആയിട്ടും ക്വസ്റ്റ്യൻ അപ്രോച്ചബിൾ ഏരിയ ആയിട്ടും പാർട്ട് ബിയിൽ ഉണ്ടായിരുന്നു. ഇതിന് പുറമെ നമ്മൾ ഫോറൻസിക് ഓഡിറ്റിന്റെ ഏരിയസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ദീസ് ആർ ദ മെയിൻ ഏരിയസ് വിച്ച് വി നീഡ് ടു കവർ ആസ് പാർട്ട് ഓഫ് ദി ഡിസ്കഷൻ. സോ അപ്പൊ എല്ലാവരും ഇത്രയും പറയുന്ന ഏരിയസിന്റെ അകത്തുനിന്ന് ഏറ്റവും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. വിൽ ബി ഹാവിംഗ് മോക്ക് എക്സാംസ് ഇൻ ദ അപ്കമിംഗ് വീക്ക്, വിൽ ബി ഹാവിംഗ് മൾട്ടിപ്പിൾ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ ആർട്ടിക്കിൾസും കറന്റ് ഇഷ്യൂസും ഡിസ്കസ് ചെയ്യാനുണ്ട്. വി വിൽ ബി ഹാവിംഗ് സെഷൻസ് ഫോർ ദാറ്റ് ആസ് വെൽ. And I will be providing you the recorded classes for that also. So you can go through that anytime as you want. Current issues നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുകൊണ്ട് കറന്റ് ഇഷ്യൂസ് അത് ത്രൂവും വായിച്ചു പോവുക. ചോദിക്കും എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല, ബട്ട് സ്റ്റിൽ വായിച്ചു പോവുക. ആൻഡ് ഇൻ അഡീഷൻ ടു വിച്ച് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക എല്ലാവരും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം എല്ലാവരും മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ നോക്കണം. ആരും വായിച്ചു നോക്കരുത്. വായിച്ചു നോക്കുന്നതുകൊണ്ട് നമുക്ക് ട്രിപ്പിളിക്കകത്ത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവാനായിട്ടില്ല. ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എഴുതി തന്നെ നോക്കുക ആൻഡ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ ആയ മക്കളെ? ഓക്കെ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. നമുക്കറിയാം നമുക്ക് മെയിൻലി കുറെ ഏരിയാസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. 50 മാർക്സിന്റെ ഏരിയയും 25 മാർക്സിന്റെ ഏരിയയും. എസ്പെഷ്യലി നമ്മൾ ഇന്നലെ വരെ പഠിച്ച ഏരിയ ഒരു പാർട്ടായിട്ട് വെക്കുക. ആദ്യം പഠിച്ച 50 മാർക്സിന്റെ ഏരിയ സെപ്പറേറ്റ് പാർട്ടായിട്ട് വെക്കുക. അതിന് ഈ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുക ഇന്ന് പഠിച്ച ഏരിയ. സോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈക്വലി പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് 50 മാർക്സിന്റെ ഏരിയ എന്നും 25 മാർക്സിന്റെ ഈ 2 ഏരിയ എന്നും ക്വസ്റ്റ്യൻസ് ഒരേ സമയം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ആൻസേഴ്സ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ? സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി പഠിക്കുക. മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ? സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു.